വണ്ടിയാണ് നമ്മുടെ ഈ ഒരു Xpulse 200 എന്ന് പറഞ്ഞ ഈ ഒരു വണ്ടി. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം നിങ്ങൾ Xpulse 200ൻ്റെ റിവ്യൂ കണ്ടിരുന്നു. അപ്പോൾ ഇന്ന് അതിൻ്റെ റൈഡിങ് വീഡിയോ ആണ്. അപ്പോൾ കുറച്ച് ദൂരം നമ്മൾ വണ്ടിയൊക്കെ ഓടിച്ചിട്ട് എങ്ങനെയുണ്ടെന്നുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പം ഇനി അധികം സമയം വെയിറ്റ് ചെയ്യാതെ തന്നെ നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇനി നമുക്ക് ഈ വണ്ടി ഒന്ന് ഓടിച്ച് വെക്കാം. അപ്പോൾ ഞാൻ വണ്ടിയുടെ മണ്ടയിലേക്ക് കയറാനായിട്ട് പോവാണ്. ഇത് നമ്മൾ ഓഫ് റോഡിങ് ബൈക്ക് കയറാനായിട്ട് ഇങ്ങനെ ചവിട്ടി കയറാനൊന്നും പറ്റില്ല, കുറച്ച് ചെരിഞ്ഞാണിരിക്കണം. അപ്പോൾ സാധാരണ ബൈക്കിൽ കയറാനായിട്ട് തന്നെ നമുക്ക് കയറാം. അതെ, വണ്ടിയിലേക്ക് കയറി എൻ്റെ കാലുണ്ടോ, വിരലൊക്കെ രണ്ട് സൈഡിലും അവിടെ ഇവിടെ കുത്താനായിട്ട് പറ്റുന്നുണ്ട് വിരൽ. ഓക്കെ, ഇനി ഞാൻ സ്റ്റാൻഡിൻ്റെ സംഭവം കാണിച്ചു തരാം കേട്ടോ. കഴിച്ചതുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാൻഡ് ഇട്ടേക്കാണ്. അപ്പോൾ സ്റ്റാൻഡ് ഇട്ട് കഴിഞ്ഞാൽ വണ്ടി ഓഫ് ആവുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഗിയറിലിട്ട് സ്റ്റാൻഡും വെച്ചിട്ടാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ വണ്ടി സ്റ്റാർട്ടാവില്ല. അതേസമയം സ്റ്റാൻഡ് തട്ടിയിട്ട് ഗിയറിലിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ വണ്ടി സ്റ്റാർട്ടാവുന്നതാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ ഒരു വണ്ടിയുടെ എക്സോസ് സൗണ്ട് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ലൊരു സൗണ്ടും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് കുറച്ച് ദൂരം ഓടിച്ച് നോക്കിയിട്ട് ഈ ഒരു വണ്ടിയുടെ റിവ്യൂ എങ്ങനെയെന്ന് അറിയാം. ഇപ്പോൾ നമ്മുടെ വണ്ടി ഫസ്റ്റ് ഗിയറിലാണ് കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ക്ലച്ച് കുറച്ച് കൂടുതൽ വിട്ടാൽ മാത്രമേ ഈ ഒരു വണ്ടി ഫ്രണ്ടിലേക്ക് നീങ്ങുള്ളൂ. കണ്ടോ, ഇത്രയും വിട്ട് കഴിഞ്ഞാലാണ് വണ്ടി ഫ്രണ്ടിലേക്ക് നീങ്ങുള്ളൂ. ഓ മൈ ഗാഡ്. അപ്പം നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. അപ്പോൾ ഈ ഒരു വണ്ടി 200 cc വണ്ടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു പവറും കാര്യങ്ങളും ഈ ഒരു വണ്ടിക്കുള്ള ഒരു 150 cc ഒരു പവറും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിക്ക് ഉണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടി നമുക്ക് കുറച്ച് സ്പീഡിൽ ഓടിച്ചു നോക്കാം. ഈ ഒരു വണ്ടി ഒരു 150 cc പവർ എന്തായാലും ഈ ഒരു വണ്ടിക്ക് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഇതൊരു ഓഫ് റോഡിങ് പർപ്പസ് ഉള്ള വണ്ടിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് ചെറിയ ഓഫ് റോഡ് എന്ന് പറയാം, ചെറിയൊരു ഓഫ് റോഡ് ഒന്ന് ഇറക്കി വെക്കാം. അതിനുശേഷം നമുക്ക് നല്ല റോഡിൽ എങ്ങനെയാണ് ഈ ഒരു വണ്ടിയുടെ പെർഫോമൻസിനൂടെ നോക്കാം. അപ്പോൾ ഈ ഒരു വണ്ടി നമുക്ക് റോഡില്ലാത്ത ഈ ഒരു സ്ഥലത്തേക്ക് ഓടിച്ചു നോക്കാം ഉണ്ടാക്കിയത്. അപ്പോൾ അതെ, നമ്മൾ ഈ സ്ഥലത്തേക്ക് ഇറക്കാണ്. അപ്പോൾ ഈ സ്ഥലത്ത് റോഡും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ എങ്കിലും നമുക്ക് അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ ഒരു വണ്ടി കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് കേട്ടോ. കണ്ടോ, കട്ടറൊന്നും ചാടണം നമ്മൾ അറിയില്ല, നല്ല പെർഫോമൻസ് ഉണ്ട്. എനിക്കിപ്പോൾ ഈ കുഴിക്കട ഒന്നും പോകണമെന്ന് അറിയാനായിട്ട് പറ്റില്ല. ഞാൻ നേരത്തെ എൻ്റെ മൈസ്ട്രോം കൊണ്ടാണ് വന്നത്. അപ്പോൾ കണ്ടോ, നമുക്കറിയാനേ പറ്റുള്ള ഈ വഴിയാണ് പോണത്. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് ഈ ഒരു വണ്ടിയുടെ. പിന്നെ നമുക്ക് നല്ല റോഡിൽ കൂടെ ഓടിച്ചു നോക്കാം. വണ്ടിക്ക് നല്ല പിക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഇനീഷ്യൽ ആ ഒരു പവറ് കുറവാണെന്നുള്ളൂ. നമ്മുടെ 200 cc ഡ്യൂക്കിനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു പവറ് ഇത്തിരി കുറവാണ്. എങ്കിലും നല്ല രീതിയിൽ കൊണ്ടെടുക്കാവുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ ഈ ഒരു വണ്ടി എന്ന് പറയുന്നത്. ഇതിന് പെർഫോമൻസ് വരുന്ന ഒരു മിഡ് റേഞ്ചിലാണ്. ടോപ്പ് എൻഡ് കുറവാണ്, അതുപോലെ തന്നെ ഇനീഷ്യലും കുറവാണ്. അപ്പോൾ ആ രീതിയിൽ വേണം ഈ ഒരു വണ്ടീനെ നോക്കി കാണാനായിട്ട്. നമുക്കിനി ഇവിടെ തിരിച്ചിട്ടൊന്ന് തിരിച്ചു പോവാം. അപ്പോൾ ഈ ഒരു വണ്ടി ഓടിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഫീൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ആനപ്പുറത്തിരുന്ന് ഓടിക്കുന്ന ഫീലാണ് ഈ ഒരു വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ നല്ല അതിസുന്ദരമായുള്ള റൈഡിങ് പൊസിഷനും അതുപോലെ തന്നെ കംഫർട്ടും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടി തരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ ലോങ് ഡിസ്റ്റൻസിലേക്ക് പോകുമ്പോൾ ഈ ഒരു വണ്ടി ഇത്തിരി അൺകംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യും. അതേസമയം നിങ്ങൾക്ക് ഷോർട്ട് ഡിസ്റ്റൻസിലോ നല്ല കിടിലൻ ഓഫ് റോഡൊക്കെ ചെയ്യാനായിട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് വണ്ടിയാണ് ഈ ഒരു Xpulse 200 എന്ന് പറഞ്ഞ ഈ ഒരു ബൈക്ക്. ഇതൊരിക്കലും ഹിമാലയനായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ഹിമാലയൻ ഒരു ലോങ് റൈഡും കൂടി ചേർന്ന ഒരു കോമ്പാക്ട് സെഗ്മെൻറ്റിൽ പെടുന്ന ഒരു ബൈക്കാണെങ്കിൽ ഇതൊരു കംപ്ലീറ്റ് ഓഫ് റോഡർ ബൈക്കായിട്ട് വേണം ഈ ഹീറോ Xpulse 200നെ കാണാനായിട്ട്. ഈ ഒരു ഹമ്പൊന്ന് ചാടിച്ചു നോക്കാം. സുഖമായിട്ട് ചാടിച്ചുകൊണ്ടാകാനായിട്ട് ഒരു കുഴപ്പമില്ല, ഇടിലാണ്. കഴിഞ്ഞ് നമുക്കൊരു കടയൊക്കെ ഒരു അവിടെ ദാഹിച്ച് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കുടിക്കാനായിട്ട് വാങ്ങാം.
അപ്പോൾ സാധാരണ നമ്മുടെ റോഡിൽ കാണുന്ന ഹമ്പും ഗട്ടറും കുഴികളൊക്കെ ഒരു കുഴപ്പമില്ലാതെ നമ്മുടെ വണ്ടി ചാടിപ്പോൾ അവിടെ നിന്ന് സ്ലോ ചെയ്യേണ്ട കാര്യമില്ല, സുഖമായിട്ട് നമുക്ക് എടുത്തുകൊണ്ട് പോകാനായിട്ട് പറ്റത്താണ് ഈ ഒരു വണ്ടിയുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നമ്മുടെ ഇന്നത്തെ കേരളത്തിൽ ഓടിക്കാൻ പറ്റുന്ന ഒരു വാല്യൂ ഫോർ സെഗ്മെൻറ്റിൽ പെടുന്ന ഒരു വണ്ടിയാണ് ഈ ഒരു Xpulse 200 എന്ന് പറഞ്ഞ ഈ ഒരു ബൈക്ക്. ചേട്ടാ സ്പ്രൈറ്റ് അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളോട് ഈ ഒരു വണ്ടി തരുന്ന കംഫോർട്ട് ഒരു രക്ഷയില്ലാത്ത കംഫോർട്ടാണ് ഈ ഒരു വണ്ടി തരുന്നത്. ഇതുപോലത്തെ വഴിയില്ലാത്ത സ്ഥലത്തേക്കൂടെയൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ഈ ഒരു Xpulse 200 കൊണ്ടെടുക്കാനായിട്ട് പറ്റും. മറ്റ് ഈ ഒരു സെഗ്മെൻറ്റിൽ പെടുന്ന മറ്റൊരു വണ്ടിക്ക് ഈ ഒരു ഫീച്ചറില്ല. ഹിമാലയനാണ് പിന്നെ കമ്പയർ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഉള്ളതൊക്കെ പ്രീമിയം സെഗ്മെൻറ്റിലേക്ക് വളരെ വില കൂടിയ വണ്ടികളാണ്. വണ്ടിയുടെ ഇതിക്കടുള്ള പെർഫോമൻസ് ഉണ്ടോ, കിടിലനാട്ടോ. സുഖമായിട്ട് നമ്മളിപ്പോൾ നല്ല എത്ര സ്പീഡിൽ വേണമെങ്കിലും ഇതുവഴി കൊണ്ടുപോകാനായിട്ട് പറ്റും. അത്ര നല്ല പെർഫോമൻസ് ആണ് ഈ ഒരു വണ്ടിക്ക് ഹീറോ കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹിമാലയനായിട്ടൊക്കെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പെർഫോമൻസ് ഒക്കെ ഈ ഒരു വണ്ടിക്ക് ഉണ്ട്. ഇത് നമുക്ക് ചെറിയൊരു ഓഫ് റോഡ് കയറ്റി വെക്കാം. ഈ ഒരു വണ്ടി ഇതാ ഈ വഴി കയറ്റി വെക്കാം. നമ്മളെ ഇൻട്രോ എടുത്ത വഴിയാണ്ടോ ഇത്, കണ്ടോ? ഈ വഴി പോകണ്ടെന്ന് എനിക്ക് പറയാനായിട്ട് പറ്റില്ല, അത്രയ്ക്ക് നല്ല പെർഫോമൻസ് ആണ് ഈ വണ്ടിക്ക് കൊടുത്തേക്കുന്നത്. വാവ്, അടിപൊളി. അടിപൊളി വണ്ടിയാണിത്. തീർച്ചയായിട്ടും ഒരു ഓഫ് റോഡർ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും വാങ്ങാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ ഈ ഒരു Xpulse 200 എന്ന് പറഞ്ഞ ഈ ഒരു വണ്ടി. അപ്പോൾ ഈ വണ്ടിനെ കുറിച്ച് ഓവറോൾ പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത വണ്ടിയാണ്. ഒരു പുലിക്കുട്ടി തന്നെ പറയാനായിട്ട് പറ്റും. നമുക്കിപ്പോൾ സാധാ റോഡിലായാലും നമുക്ക് കുണ്ടും കുഴിയുള്ള ഏത് ബമ്പറുള്ള വഴിയിലായാലും ഒരു പുലിക്കുട്ടി തന്നെയാണ് നമ്മുടെ ഈ ഒരു Xpulse 200 എന്ന് പറയുന്നത്. എപ്പോഴും സിംഹം ഹിമാലയനായിരിക്കും. അപ്പോൾ Xpulse 200 ഒരു പുലിക്കുട്ടി തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കാനായിട്ട് നമ്മളെ സഹായിച്ച അജയോടുള്ളതും അതുപോലെ തന്നെ നമ്മുടെ ഗിരിക കൊച്ചപ്പിനോടുള്ള അകമഴിഞ്ഞ് നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ഐക്കൺ എന്തായാലും എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ വീണ്ടും ഇതേപോലത്തെ പുതിയൊരു വീഡിയോ കാണുമ്പോൾ ഇറ്റ്സ് മീ യുവർ മല്ലി വ്ളോഗർ സൈനിങ് ഓഫ്.